ഹലോ ഫ്രണ്ട്സ്, നാറ്റ്സ് ഇലക്ട്രിക്കൽ അക്കാഡമിയുടെ ബാറ്ററി സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണിത്. ഇവിടെ നമ്മൾ സിമ്പിൾ വോൾട്ടായിക് സെല്ലിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം ടു നാറ്റ്സ് ഇലക്ട്രിക്കൽ അക്കാഡമി. ചിത്രത്തിൽ ഒരു സിമ്പിൾ വോൾട്ടായിക് സെല്ലിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കാണാം. ഇവിടെ സിങ്ക് ആൻഡ് കോപ്പർ പ്ലേറ്റുകളാണ് ഇലക്ട്രോഡ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഇലക്ട്രോലൈറ്റ് ആണ്. ഇലക്ട്രോഡ്സ് ഇലക്ട്രോലൈറ്റിൽ ഇമേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സൾഫേറ്റ് അയോൺസിനെയും ഹൈഡ്രജൻ അയോൺസിനെയും ഇലക്ട്രോലൈറ്റിൽ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് വോൾട്ടായിക് സെല്ലിൻ്റെ ഹിസ്റ്ററി നോക്കാം. 1799 ഇറ്റാലിയൻ ഫിസിസ്റ്റ് ആയിരുന്ന അലക്സാൻഡ്രോ വോൾട്ട, അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. അലക്സാൻഡ്രോ വോൾട്ടയാണ് ഈ സിമ്പിൾ വോൾട്ടായിക് സെല്ല് കണ്ടുപിടിച്ചത്. ഒരു സ്റ്റഡി ആയിട്ടുള്ള ഇലക്ട്രിക് കറണ്ട്, അതായത് DC കറണ്ട് ഉണ്ടാക്കുന്നതിനായിട്ട് അദ്ദേഹം വോൾട്ടായിക് പൈല് വികസിപ്പിച്ചു. അതിനു മുമ്പ് തന്നെ 1780കളിൽ ലൂയിജി ഗാൽവാനി നടത്തിയ മൃഗങ്ങളിലെ വൈദ്യുതി പരീക്ഷണങ്ങളെ തുടർന്നാണ് ഈ കണ്ടുപിടുത്തം ഉണ്ടായത്. എന്നാൽ വൈദ്യുതി ഉണ്ടാകുന്നത് മൃഗങ്ങളുടെ കോശങ്ങളിൽ നിന്നല്ലെന്നും മറിച്ച് വ്യത്യസ്ത ലോഹങ്ങൾ തമ്മിൽ സമ്പർക്കം വരുമ്പോഴാണെന്നും വോൾട്ട തെളിയിച്ചു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു സിങ്ക് പ്ലേറ്റും ഒരു കോപ്പർ പ്ലേറ്റും ഒരു ഗ്ലാസ് പാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിൽ മുക്കി വെച്ചിരിക്കുന്നതായിട്ടാണ്. ഇവിടെ ഈ സിങ്ക് പ്ലേറ്റ് ആണ് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് പ്രവർത്തിക്കുന്നത്. കോപ്പർ പ്ലേറ്റ് ആണ് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിൽ ഒരു വോൾട്ട് മീറ്ററിൽ ഘടിപ്പിച്ചാൽ അത് EMF രേഖപ്പെടുത്തും. സോ ഇവിടെ പിക്ചറിൽ നമുക്ക് സിങ്ക് പ്ലേറ്റ് കാണാം, കോപ്പർ പ്ലേറ്റ് കാണാം, സൾഫേറ്റ് അയോൺസ് കാണാം, ഹൈഡ്രജൻ അയോൺസ് കാണാം, അതുപോലെ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ലേബൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു സിമ്പിൾ വോൾട്ടായിക് സെല്ലിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. ഇലക്ട്രോഡുകൾക്കിടയിൽ ഒരു വയർ കണക്ട് ചെയ്ത അതിലൂടെ ഒരു ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യും. ഇലക്ട്രോലൈറ്റിലൂടെയുള്ള ഈ ഇലക്ട്രിക് കറണ്ട് കാരണം സൾഫ്യൂരിക് ആസിഡ് വിഘടിച്ച് ഹൈഡ്രജൻ അയോണും സൾഫേറ്റ് അയോണുമായിട്ട് മാറും. ഹൈഡ്രജൻ അയോണുകൾ കറണ്ട് ഫ്ലോയുടെ ദിശയിലേക്ക് നീങ്ങുകയും കോപ്പർ ഇലക്ട്രോഡിൽ ചെറിയ കുമിളകളായിട്ട്, അതായത് ബബിൾസ് ആയിട്ട് പറ്റിപ്പിടിക്കുകയും ചെയ്യും. സൾഫേറ്റ് അയോണുകൾ സിങ്ക് ഇലക്ട്രോഡുകളിലേക്ക് നീങ്ങുകയും സിങ്ക് സൾഫേറ്റ് രൂപപ്പെടുകയും ചെയ്യും. സോ ഇതിൻ്റെ ഒരു കെമിക്കൽ ഇക്വേഷൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ആദ്യം ഇലക്ട്രോലൈറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രോലൈറ്റ് നമുക്കറിയാം ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇവിടെ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് അയോണുകളായിട്ട് വിഘടിക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ്, ഏതൊക്കെ അയോൺസ് ആണ് ഉണ്ടാകുന്നത്? ഹൈഡ്രജൻ അയോണും സൾഫേറ്റ് അയോണുമാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. H2SO4 gives 2H++ SO4 2-. നെക്സ്റ്റ് ആനോഡിൽ എന്താണ് സംഭവിക്കുന്നത്? അതായത് സിങ്കിൻ്റെ ഇലക്ട്രോഡ്. അവിടെ സംഭവിക്കുന്നത് സിങ്ക് ആറ്റങ്ങൾ 2 ഇലക്ട്രോൺസിനെ വിട്ട് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സിങ്ക് അയോണായിട്ട് മാറും. ഇത് നമ്മൾ നേരത്തെ ഇലക്ട്രോലൈറ്റിൽ നിന്ന് വിഘടിച്ച് നിൽക്കുന്ന ഈ ഒരു സൾഫേറ്റ് അയോണുകൾ ഉണ്ടല്ലോ, ഈ സൾഫേറ്റ് അയോണുമായിട്ട് ചേർന്നിട്ട് സിങ്ക് സൾഫേറ്റ് ഉണ്ടാകും. ആ ഇക്വേഷനാണിത്. ആനോഡിൽ നടക്കുന്നത് സിങ്ക് പ്ലസ് SO4 2- gives ZnSO4 + 2 ഇലക്ട്രോൺസ്. ഇനി കോപ്പർ ഇലക്ട്രോഡ്, ദാറ്റ് ഈസ് കാഥോഡിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾക്കറിയാം ഇലക്ട്രോലൈറ്റിൽ നിന്ന് ഹൈഡ്രജനും വിഘടിച്ച് വന്നിട്ടുണ്ട്. ഈ ഇലക്ട്രോലൈറ്റിലുള്ള ഈ ഹൈഡ്രജൻ അയോണുകളിൽ ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ആനോഡിൽ നിന്നുള്ള ഇലക്ട്രോൺസ് ഉണ്ട്, അപ്പോൾ ആ ഇലക്ട്രോൺ ഇവിടെ സ്വീകരിച്ച് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ടാണ് മാറുന്നത്. ആ ഇക്വേഷനാണിത്. 2H++ 2 ഇലക്ട്രോൺസ് ഗീവ്സ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ സിമ്പിൾ വോൾട്ടായിക് സെല്ലിൽ സംഭവിക്കുന്നത്, സിങ്ക് ഇലക്ട്രോഡ് പതുക്കെ ഇലക്ട്രോലൈറ്റിൽ അലിഞ്ഞു ചേർന്ന് കോപ്പർ ഇലക്ട്രോഡിൽ നിന്ന് ചുറ്റും ഹൈഡ്രജൻ കുമിളകളായിട്ട് പറ്റിപ്പിടിക്കും. അങ്ങനെ ഇതിൻ്റെ ഒരു ഓവറോൾ ഇക്വേഷൻ പറയുമ്പോൾ സിങ്കും സൾഫ്യൂരിക് ആസിഡും കൂടിച്ചേർന്നിട്ട് അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ദിസ് ഗീവ്സ് സിങ്ക് സൾഫേറ്റ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ഇതാണ് ഇവിടെ വരുന്ന ഓവറോൾ ആയിട്ടുള്ളൊരു ഇക്വേഷൻ. ഇനി നമുക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ പറയാം.
സെല്ലിനുള്ളിൽ കറണ്ടിൻ്റെ ഫ്ലോ വരുന്ന ഡയറക്ഷൻ സിങ്കിൽ നിന്ന് കോപ്പറിലേക്കാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സെല്ലിനുള്ളിൽ സിങ്കിൽ നിന്ന് കോപ്പറിലേക്കാണ് പോകുന്നത്. സെല്ലിന് പുറത്ത് ഇത് കോപ്പറിൽ നിന്ന് സിങ്കിലേക്കാണ്. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ആണ്. അതായത് കോപ്പർ പോസിറ്റീവ് ഇലക്ട്രോഡും സിങ്ക് നെഗറ്റീവ് ഇലക്ട്രോഡും ആയിരിക്കും. ഇവിടെ സെല്ലിൻ്റെ EMF 1.1 വോൾട്ട് ആണ്. ഈ സെല്ലിൽ, അതായത് സിമ്പിൾ വോൾട്ടായിക് സെല്ലിൽ നമ്മൾ പരിഹരിക്കേണ്ട ഒരു 2 മെയിൻ ആയിട്ടുള്ള ഡിഫക്റ്റുകളുണ്ട്. വൺ ഈസ് പോളറൈസേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലോക്കൽ ആക്ഷൻ. ഓക്കെ, അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് പറയും. അപ്പോൾ ഈ ചിത്രം ഒന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ബീക്കറിൽ നീല കളറിൽ കാണുന്നതാണ് ഇലക്ട്രോലൈറ്റ്. ഇതിലൂടെയാണ് ചാർജ് പ്രവഹിക്കുന്നത്. ഈ ഇലക്ട്രോലൈറ്റിൽ മുക്കി വെച്ചിരിക്കുന്ന 2 ഇലക്ട്രോഡ്സ് കാണാം. ഇതിലൊന്ന് പോസിറ്റീവ് ചാർജ് ഉള്ളതും മറ്റൊന്ന് നെഗറ്റീവ് ചാർജ് ഉള്ളതുമാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വയറുണ്ട്. അതുപോലെ ഇവിടെ റെസിസ്റ്റർ ഉണ്ട്. അതുപോലെ കറണ്ട് മെഷർ ചെയ്യാനായിട്ട് ഒരു അമ്മീറ്ററും കാണാം. ഇത്രയുമാണ് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഉള്ളത്. ഇവിടെ ഈ റെഡ് ആരോ കാണിച്ചിരിക്കുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. അതായത് പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് ഇത് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. അതുപോലെ തന്നെ ബ്ലൂ ആരോ ഇലക്ട്രോണുകളുടെ ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇലക്ട്രോണുകൾ നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡിലോട്ടാണ് പാസ് ചെയ്യുന്നത്. സോ ഇൻ ഷോർട്ട്, കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഇലക്ട്രോൺ ഒഴുകുന്ന ഡയറക്ഷൻ. രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും. കറണ്ട് ഒഴുകുന്ന ഡയറക്ഷനും ഇലക്ട്രോൺ ഒഴുകുന്ന ഡയറക്ഷനും ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആയിരിക്കും. ഇനി തൊട്ടു മുമ്പ് പറഞ്ഞായിരുന്നു സിമ്പിൾ വോൾട്ടായിക് സെല്ലിൽ 2 ഡിഫക്റ്റുകൾ ഉണ്ടെന്നുള്ളത്. അതിലെ ഓരോ ഡിഫക്റ്റുകൾ നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്താണ് ഈ പോളറൈസേഷൻ നോക്കാം. അതായത് ഒരു സെല്ലിൻ്റെ പ്രവർത്തനത്തിനെ നമ്മൾ അത് സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഈ പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സെല്ലുകളിൽ, അതായത് സിമ്പിൾ വോൾട്ടായിക് സെല്ലുകളിൽ ഒരു സമയം കഴിയും തോറും പുറത്തേക്കുള്ള കറണ്ടിൻ്റെ അളവ് കുറഞ്ഞു വരും. അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, റിഡ്യൂസ്ഡ് കറണ്ട് ആണ് ഫ്ലോയിങ് എക്സ്റ്റേണൽ സർക്യൂട്ട്. എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഉള്ള കറണ്ട് കുറവായിരിക്കും. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, സെല്ലിൻ്റെ ഉള്ളിലെ കോപ്പർ പ്ലേറ്റിൽ ഹൈഡ്രജൻ്റെ ബബിൾസ്, അതായത് ഹൈഡ്രജൻ കുമിളകൾ വന്ന് നിറയുന്നതാണ് അതിൻ്റെ ഒരു കാരണം. നമുക്കറിയാം, ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഇൻസുലേറ്റർ ആണ്. അപ്പോൾ ഇത് സെല്ലിനകത്തുള്ള റെസിസ്റ്റൻസിനെ കൂട്ടും. കോപ്പർ പ്ലേറ്റിലേക്ക് നീങ്ങുന്ന ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇതൊരു റിപ്പൾസീവ് ഫോഴ്സിനെ ഉണ്ടാക്കും. ഇത് കാരണമാണ് ഈ കറണ്ടിൻ്റെ ഫ്ലോ കുറയുന്നത്. അപ്പോൾ സെല്ലിൻ്റെ മൊത്തത്തിലുള്ളൊരു വർക്കിംഗ് ഇല്ലാതാവും, അതായത് സെല്ല് ഇനാക്റ്റീവ് ആവും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? ഇതിനെ പരിഹരിക്കാൻ നമുക്ക് വേണ്ടത്, ഇവിടെ ഈ പറയുന്ന ഹൈഡ്രജൻ ഗ്യാസ് അല്ലെങ്കിൽ ഹൈഡ്രജനെ ഓക്സിഡൈസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കെമിക്കലാണ് വേണ്ടത്. ഓക്സിഡൈസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഹൈഡ്രജനെ അവിടെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഹൈഡ്രജനെ ഓക്സിഡൈസ് ചെയ്യാനല്ലാതെ അല്ലെങ്കിൽ ഇല്ലാതാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കലിനെയാണ് നമ്മൾ ഡീപോളറൈസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ പോളറൈസേഷൻ വരുമ്പോൾ ഒരു ഡീപോളറൈസർ ഉപയോഗിച്ച് അതിൻ്റെ എഫക്റ്റിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരം. സെക്കൻഡ്, ഇനി നമ്മൾ പറഞ്ഞ സിമ്പിൾ വോൾട്ടായിക് സെല്ലിലെ ഡിഫക്റ്റാണ് ലോക്കൽ ആക്ഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ലോക്കൽ ആക്ഷൻ വരുന്നത്? നമ്മുടെ സിങ്ക് റോഡിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. അയൺ, കാർബൺ, ലെഡ് ഒക്കെ പോലുള്ള കുറേ ഇമ്പ്യൂരിറ്റീസ് കാണും. ഈ ഇമ്പ്യൂരിറ്റീസ് കാരണം സിങ്ക് റോഡിനുള്ളിൽ തന്നെ ചെറിയ, ദാറ്റ് ഈസ് ടൈനി ഷോർട്ട് സർക്യൂട്ടഡ് ഗാൽവാനിക് സെല്ലുകൾ ഉണ്ടാകും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്കൽ ആക്ഷനിൽ ചെറിയ ഷോർട്ട് സർക്യൂട്ടഡ് ആയിട്ടുള്ള ഗാൽവാനിക് സെല്ലുകൾ ഉണ്ടാകുന്നു എന്നുള്ളത്. ഇങ്ങനെയുള്ള ചെറിയ ഗാൽവാനിക് സെല്ലുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ സെല്ല് ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് പോലും ഈ ചെറിയ സെല്ലുകൾ സിങ്കിൻ്റെ ആനോഡിനെ നശിപ്പിക്കുകയും ഹൈഡ്രജൻ ഗ്യാസ് പുറത്തു വിടുകയും ചെയ്യും. ചിത്രത്തിൽ കാണാം, ഹൈഡ്രജൻ ഗ്യാസുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. ഇത് സെല്ലിൻ്റെ എനർജീനെ വെറുതെ വേസ്റ്റ് ചെയ്യാനായിട്ട് കാരണമാകും. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ സെൽഫ് ഡിസ്ചാർജ് എന്ന് പറയും. അപ്പം അത് ഒരു വേസ്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ സെൽഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സെല്ലിൻ്റെ ലൈഫ് സ്പാനിനെ കുറയ്ക്കാനേ അത് യൂസ് ആകത്തുള്ളൂ. ഓക്കെ, ലൈഫ് സ്പാൻ അവിടെ കുറയും. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ടുള്ള ഇവിടെയുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഈ സിങ്ക് റോഡിന് മുകളിലായിട്ട് നമ്മൾ ഒരു മെർക്കുറി അമാൽഗം
പൂശുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ് ബൈ അപ്ലൈയിങ് എ കോട്ടിംഗ് ഓഫ് മെർക്കുറി അമാൽഗം ഓവർ ദ സിങ്ക്. സിങ്കിൻ്റെ മുകളിൽ ഒരു മെർക്കുറി അമാൽഗം നമ്മൾ പൂശണം. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് അമാൽഗമേഷൻ. അതായത് ലോക്കൽ ആക്ഷൻ്റെ ഒരു സൊല്യൂഷനാണ് അമാൽഗമേഷൻ. ഓക്കെ, സോ ഇത്രയാണ് സിമ്പിൾ വോൾട്ടായിക് സെല്ലിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡാനിയൽ സെല്ലിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാത്സ് ഇലക്ട്രിക്കൽ അക്കാഡമി.